താലി അടുത്ത പാർട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കഥ വായിക്കുന്നത്. നിങ്ങൾ കഥ വായിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ എനിക്കും കൂടെ ഒരു ഉപകാരമായിരുന്നു. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണ്. തൊട്ടടുത്ത റൂമിലുള്ള പേഷ്യൻറ്റിന് കൊടുക്കേണ്ട മരുന്നും എടുത്തുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പൊടുന്നനെ തൊട്ടുമുമ്പിൽ ആ മുഖം കാണെ മുക്തയുടെ കാലുകൾ നിശ്ചലമായി. ഏദൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. തികച്ചും ശാന്തമാണ് അവൻ്റെ ആ മുഖം. കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത. ഒന്നറിഞ്ഞാൽ മതി, നീയാണോ ഒറ്റിയത്? അവൻ മുഖവുരയില്ലാതെ ചോദിച്ചു. ഏദൻ എന്ത് തോന്നുന്നു? മുക്ത ചിരിയോടെ ചോദിച്ചു. നീയല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ അവനിൽ നിന്ന് വന്ന മറുപടി. അത് ഏദനെങ്ങനെ മനസ്സിലായി? അവളിൽ ആകാംക്ഷ നിറഞ്ഞു. നീയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിനക്കതിനുള്ള ധൈര്യമില്ലെന്നല്ല, പക്ഷേ ഇപ്പോൾ നീ അത് ചെയ്തിട്ടില്ല. നിന്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിന്റെ നിരപരാധിത്വം. ഏദൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ മുക്തയെ അതിശയിപ്പിച്ചു കളഞ്ഞു. സഞ്ജു, ഗൗതമി, അച്ഛനുൾപ്പെടെ സകലരും പറയുന്നു അത് താനാണ് ചെയ്തതെന്ന്. പക്ഷേ എൻ്റെ ശത്രു എന്ന് ഞാൻ മുദ്ര കുത്തിയ മനുഷ്യൻ പറയുന്നു ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഏദൻ എന്നെ മനസ്സിലാക്കിയോ? മുക്ത കണ്ണുകൾ ചുരുക്കി അവനെ തന്നെ നോക്കി നിന്നുപോയി അതിശയഭാവത്തിൽ. മാലാകെന്താ ഇങ്ങനെ നോക്കുന്നത്? മുമ്പേ ഗുണ്ടകളെ നേരിട്ട് കാണാത്ത പോലെ ഒരു നോട്ടം. ഏദൻ ഒറ്റപ്പിരികം ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഒരുപാട് ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്, എന്നാലും ഇതുപോലെ ലക്ഷണം ഒത്തൊരു ഗുണ്ടയെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണേ. മുക്ത പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി തന്നിലേക്കും പടരും മുമ്പേ ഏദൻ മുഖം വെട്ടിച്ച് കളഞ്ഞു. ഒന്ന് ചിരിച്ചു എന്ന് വിചാരിച്ച് ഗുണ്ടകളുടെ സ്റ്റാറ്റസ് ഒന്നും ഇടിയത്തില്ല ഏദൻ. മുക്ത അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ഒറ്റ മോളാണോ നീ? ഏദൻ പൊടുന്നനെ ചോദിച്ചു. ആര്? ഞാനോ? ഏദൻ പതിയെ മൂടി. അതേലോ, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരൊറ്റ പീസേ ഇതുപോലെ ഉള്ളൂ എന്നൊന്നറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓ ഓ ഓ അങ്ങനെ. അപ്പോൾ ഈ ഗുണ്ടക്ക് തമാശ പറയാനൊക്കെ അറിയാം. മുക്ത കണ്ണ് ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. ആയുസെത്താതെ മരിക്കേണ്ട എന്നുണ്ടെങ്കിൽ താൻ ഇനിയും കുറുകെ ചാടരുത് മുക്ത. ഇപ്പോൾ ഉണ്ടായതെല്ലാം ഞാൻ ഒതുക്കി തീർത്തേക്കാം. ഏദൻ ഒരു താക്കീതോടെ അവളോട് പറഞ്ഞു. ഇനിയിപ്പോൾ അത് ശരിക്കും ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത് എന്ന് ഇരിക്കട്ടെ, അന്നേരം ഏദൻ എന്നെ കൊല്ലുമായിരുന്നോ? മുക്ത ചിരിയോടെ ചോദിച്ചു. കൊല്ലുമായിരുന്നു. മറുത്തൊന്നും ചിന്തിക്കാതെ ഏദൻ ഉത്തരം പറഞ്ഞു. അത് കേട്ടപാടെ മുക്ത പൊട്ടിച്ചിരിച്ചു പോയി. വലിയ ഉറപ്പൊന്നും ഇല്ലല്ലോ ഏദൻ്റെ ആ പറച്ചിലിൽ. മുക്തയുടെ ആ ചോദ്യത്തിൽ ഏദനും ചെറുതായി ഒന്ന് പതറിപ്പോയി. അവനും മനസ്സിലായിരുന്നു അവൻ്റെ സ്വരത്തിലെ ആ ഇടർച്ച. മുമ്പിൽ നിൽക്കുന്നവളോട് എന്തോ ഒരടുപ്പം തോന്നുന്നുണ്ട് ഏദന്. ഇതേപോലെ മുഖാമുഖം നിന്ന് അവളോട് പോര് വിളിക്കാൻ തോന്നുന്നുണ്ട്. വെറുതെ അവളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. അതിനൊപ്പം വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനും ചെറിയൊരു ഭംഗിയൊക്കെയുണ്ട്. ഏദൻ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന മനുഷ്യ സഹജമായ ചിന്തകളെ തുരത്തി ഓടിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. അദൃശ്യമായ എന്തോ ഒന്ന് അവളോട് തന്നെ കൂട്ടിക്കെട്ടുന്ന പോലെ. ഏദൻ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു നടന്നു. പോവാണോ? മുക്ത പതിയെ ചോദിച്ചു. ഏദൻ ഒന്നും മിണ്ടിയില്ല. വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയി ഏദനൊരു ഉപകാരം ചെയ്യാം, മുക്ത കുറച്ചുറക്കെ വിളിച്ചു പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം ഏദൻ്റെ കാലുകൾ നിശ്ചലമായി. അവൻ സംശയരൂപേണ അവളെ ഒന്ന് നോക്കി. ഏദൻ്റെ കൂടെയല്ലേ സ്റ്റീജമോള് വരാത്തതുള്ളൂ, പക്ഷെ എൻ്റെ കൂടെ വരും. ഞാൻ എവിടെ വിളിച്ചാലും വരും. മൂർത്തി സാറിൻ്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ എത്തിച്ചു തരാം അവളെ, മുക്ത ചിരിയോടെ പറഞ്ഞു. ഏദൻ അവിശ്വസനീയമായി മുക്തയെ ഒന്ന് നോക്കി. എന്താ? ഞാനൊരു കൈ നോക്കിക്കോട്ടെ? മുക്ത പിന്നെയും ചോദിച്ചു. ഇപ്പോൾ ഏദന് മനസ്സിലാവുന്നുണ്ട് തന്നെയും മുക്തയെയും ബന്ധിപ്പിക്കുന്ന അദൃശ്യ നൂൽ എന്താണെന്ന്. അത് സ്റ്റീജയാണ്. മൂർത്തി ഡോക്ടറുടെ അടുത്ത് എത്രയോ തവണ സ്റ്റീജയെ കൊണ്ടുവരാൻ നോക്കിയതാണ് ഏദൻ. ഒന്നും നടന്നില്ല.
സ്റ്റീജയ്ക്ക് ഏതൻ്റെ ഒപ്പം കൂടാൻ മാത്രമുള്ള ഒരടുപ്പം ഇതുവരെ അവനോടുണ്ടായിട്ടില്ല. ആ ഒരടുപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഏതനും അറിയത്തില്ല. പക്ഷെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മുക്ത അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും മുമ്പിൽ നിൽക്കുന്നവൾ മാലാഖയാണല്ലോ. മാലാഖ. ആർക്കാ അവളോട് അടുപ്പം തോന്നാത്തത്? ഏതൻ ചിരിയോടെ ഓർത്തുപോയി. എന്നാലും ഇവിടെ നിന്ന് മണി മുഴക്കി പോയ നീ അവിടെ എത്തി അവളുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നൊക്കെ പറയുമ്പോൾ അതിശയം തന്നെ ഏതാ? ആൻ്റണി കളിയോടെ പറഞ്ഞു. ആ അതിന് അത് ചെയ്തത് അവളല്ലല്ലോ. വെറുതെ ഒരാൾ ഉപദ്രവിക്കാൻ പറ്റുമോ? ഏതിന് ഇതുവരെ ഇല്ലാത്തൊരു വിക്കൽ. അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ആൻ്റണി എടുത്തു ചോദിച്ചു. അത് അവൾ പറഞ്ഞു. പിന്നെ പിന്നെ ആൻ്റണി നെറ്റി ചൊളിച്ചു. അവളുടെ കണ്ണേ നോക്കിയാൽ അറിയാം അവളുടെ നിരപരാധിത്വം. ഓ ഓ ഓ അങ്ങനെ ഒക്കെ അറിയാൻ പറ്റൂലേ? നീ ഗുണ്ടാപണി വിട്ട് മുഖശാസ്ത്രം പഠിക്കാൻ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. നീ കണ്ണേ നോക്കി തന്നെയാണോടാ വായിച്ചേ? ആൻ്റണി ചിരിയോടെ ചോദിച്ചു. ചായ കുറേ നേരമായി നിങ്ങൾ എന്നെ ചൊറിയുന്നു. ഏതൻ മുഖം വീർപ്പിച്ചു. ആൻ്റണി ഏതനെ കൗതുകത്തോടെ നോക്കിപ്പോയി. അവൻ തങ്ങളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ഇതുപോലെ ചെറിയ തമാശകളും സംസാരങ്ങളും എല്ലാം ഉള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ കൊല്ലങ്ങൾ കഴിയുന്തോറും അവൻ പാടെ അങ്ങ് ഉൾവലിഞ്ഞു പോയി. അധികം സംസാരിക്കാതെയായി, ഒട്ടും ചിരിക്കാതെയായി. പക്ഷെ ഇപ്പോൾ മുമ്പിലിരിക്കുന്നത് ആ പഴയ ഏതനാണെന്ന് തോന്നി ആൻ്റണിക്ക്. മുക്ത താൻ പ്രതീക്ഷിച്ചതിലും മിടുക്കിയാണെന്നും തോന്നി ആൻ്റണിക്ക്. പിറ്റേന്ന് രാവിലെ തന്നെ കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ഏതൻ ഉണർന്നത്. ഈ നേരത്ത് ഇത് ആരാണെന്ന് ഒരു ചിന്തയിൽ വാതിൽ തുറന്നവൻ്റെ മുമ്പിൽ നിറഞ്ഞ ചിരിയോടെ മുക്ത നിൽക്കുന്നു. ആദ്യം താൻ സ്വപ്നം കാണുന്നതാണെന്ന് തോന്നി അവന്. എങ്ങനെ തോന്നാതിരിക്കും? ഇന്നലെ മുഴുവൻ ഈ മുമ്പിൽ നിൽക്കുന്നവൾ തന്നെയായിരുന്നു അവൻ്റെ സ്വപ്നത്തിൽ. ഗുഡ് മോർണിംഗ്, മുക്ത പതിയെ പറഞ്ഞു. ഏതൻ പതിയെ മൂളി. എവിടെ സ്റ്റീജമോള്? നമുക്ക് മൂർത്തി സാറിൻ്റെ അടുത്ത് പോകണ്ടേ? മുക്ത ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇന്നോ? ഏതൻ കണ്ണു വീഴ്ചു. ആ നല്ല കാര്യങ്ങൾ വൈകിക്കരുത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓർഡറുണ്ട്. എന്താ കൂന്തം? 6 പാക്കും കാണിച്ച് നിൽക്കാതെ വല്ല ഷർട്ടും എടുത്തിട്ട് വരും സാർ. ഞാൻ അപ്പോഴേക്കും സ്റ്റീജമോളെ ഒരുക്കാം. മുക്ത പറയവെയാണ് താൻ ഷർട്ട് ഇടാതെയാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന ബോധം അവനും വന്നത്. ഏതൻ നേരിയ ജാള്യതയോടെ തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും മുക്ത സ്റ്റീജമോളുടെ മുറിക്ക് അകത്തേക്ക് കടന്നിരുന്നു. എടി എടി എടി, നീ എവിടേക്കാടി ഉരുമ്പെട്ടവളെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്? മേരി മുക്തക്ക് നേരെ ആക്രോശിച്ചു. അന്നേരം സ്റ്റീജമോളുടെ മുടി കെട്ടിക്കൊടുക്കുകയാണ് മുക്ത. ദേ മാറിക്കോ പെണ്ണുമ്പിള്ളേ, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ ഇവിടെ ഇട്ട്. മുക്ത 2 ചാട്ടം. അതോടെ മേരി വിരണ്ടുപോയി. ബ്രേക്കും ബെല്ലും ഇല്ലാത്തവളാ, ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു കളയും. മേരി വിരണ്ടു മാറി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഏതൻ ആ മുറിയിലേക്ക് കയറി വരുന്നത്. അവനത് കാണെ പുച്ഛം തോന്നി. മുക്ത വേഗത്തിൽ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മുക്ത തൻ്റെ സ്കൂട്ടിയിലേക്ക് കയറി. തൊട്ട് ബാക്കിൽ ഒരു ഹെൽമെറ്റും വെച്ചു കൊടുത്ത് സ്റ്റീജമോളെയും ഇരുത്തി. ഒരു ചെറിയ ബെൽറ്റ് വെച്ച് അവൾ സ്റ്റീജമോളെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചു. ഏതൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. വായിൽ നോക്കി നിൽക്കാതെ പോയി വണ്ടി എടുക്കൂ സാർ. ചിരിയോടെ മുക്ത പറയവെയാണ് ഏതന് സ്ഥലകാലബോധമുണ്ടായത്. അവൻ വേഗത്തിൽ വണ്ടിയിലേക്ക് കയറി. തുടരും. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ അടുത്ത പാർട്ട് മറ്റന്നാൾ ഇടുന്നതായിരിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പാർട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 2 പാർട്ടോടു കൂടി കഥ അവസാനിപ്പിക്കുന്നതാണ്. താങ്ക് യു.